ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾക്കിവിടെ സുഖമാണേ. പിന്നല്ലേ ഇന്ന് രാവിലെ തന്നെ പത്തിരിയാണേ. പത്തിരിക്ക് ഇതാ ഇങ്ങനെ ഒരു തവ വാങ്ങിയതിൻ്റെ ശേഷം പെട്ടെന്ന് ആവാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഓരോന്നൊക്കെ വെച്ച് ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കും. കടലക്കറിയാണ് കേട്ടോ. ഇത് കുക്കറിൽ ഞാൻ എന്താ വെച്ച് വെച്ചാൽ നമ്മളെ മുകളിൽ 2 താറാവ് കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം അത്യാവശ്യം വലുതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചോറ് എക്സ്ട്രാ വെക്കുകയാണേ. റേഷനരിയാണ് അത് വെക്കുന്നത്. പിന്നെ ഇത് അച്ഛനുണ്ട് ഇവിടെ. അച്ഛനെ ഇനി കുളിപ്പിക്കണം. അച്ഛനെയും കുളിപ്പിക്കാനുണ്ട്, അമ്മയെ കുളിപ്പിക്കാനുണ്ട്. അമ്മ ഇത് അവിടെയാണ് കേട്ടോ കിടക്കാറ്. പിന്നെ 2 പേരും ട്യൂബൊക്കെ ഇട്ടിട്ടാണ് കിടക്കുന്നത്. ഇനിയിപ്പം ഒരു പണിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒതുങ്ങിയതിന് ശേഷം വേണം ഇവരെയൊക്കെ ഒന്ന് കുളിപ്പിച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും പത്തിരീൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ലാസ്റ്റ് ഭാഗമാണ് പത്തിരീൻ്റെ. അതാണ് 5 എണ്ണം വെച്ചത്. എന്നാലും വേഗം അങ്ങോട്ട് ആയിക്കോളൂ കേട്ടോ. പിന്നെ കടലക്കറി ഇത് അങ്ങനെ വറവിട്ടിട്ടാണ് കേട്ടോ നന്നാവുക. നമ്മൾ അങ്ങനെ തന്നെ കുക്കറിൽ തന്നെ ചിലപ്പോൾ വറവൊക്കെ ഇട്ടിട്ട് എടുക്കുമല്ലോ, അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയാണ് നല്ലത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായപ്പോൾ ഞാൻ ഏട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് ടേബിളിൻ്റെ മുകളിലെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അച്ഛനെ കുളിപ്പിച്ചു. അച്ഛനെ അല്ല കുളിപ്പിച്ചു, ആദ്യം അമ്മയെ പോയി കുളിപ്പിച്ചു. അങ്ങനെ അച്ഛൻ്റെ മുഖമൊക്കെ കഴുകി കൊലായിൽ കൊണ്ടിരുത്തിയിട്ടോ. പിന്നെ ഇത് 2 ഞാൻ ഫുഡ് കൊടുക്കുകയാണേ. അധികം ഒന്നും കഴിക്കില്ല, ഒരു പത്തിരി കഴിച്ചാലായി. അച്ഛൻ അത്രയും ഇല്ല എന്ന് പറയാം. ഒന്നും വേണ്ട, ഭയങ്കര ക്ഷീണമൊക്കെയാണ് അച്ഛന്. എന്താ ചെയ്യുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ചായ കൊടുക്കലൊക്കെ കഴിഞ്ഞ് അവരെ 2 പേരുടെയും മരുന്ന്, ഒരു ലോഡ് മരുന്നുണ്ട് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. 2 ആൾക്കും ഇങ്ങനെ സെപ്പറേറ്റൊക്കെ മാറ്റിയെടുത്ത് 2 കൊണ്ട് കൊടുത്തുട്ടോ. പിന്നെ ഞാനിത് അടുക്കളയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ അകത്തിൻ്റെ സിറ്റുവേഷനാണ്. അങ്ങനെ എല്ലാം വൃത്തിയാക്കി എടുക്കാനുണ്ട്. അടുക്കള ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ പാടിനുള്ളൊരു ഇതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വേണം ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് തുണിയൊക്കെ കുറച്ച് വാഷ് ചെയ്യാണ്ടതിനൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇതാ ഞാനില്ലേ എന്നും നമ്മൾ ആമ്പലൊന്ന് വന്ന് നോക്കൂ കേട്ടോ. എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാം എനിക്ക് ആമ്പൽ. ഇത് ഞാൻ നമ്മളെ ഇലയില്ലേ, ആമ്പലിൻ്റെ തന്നെ ഇല പൊട്ടിച്ചിട്ട് കമത്തി വെച്ചിട്ട് വെള്ളത്തിൽ തന്നെ കമത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എക്സ്ട്രാ ഒരു തൈയായിട്ട് വന്നോളൂ കേട്ടോ. പിന്നെ ഇത് പണ്ടേ ഉണ്ടായിട്ടുള്ള ഒരു പോണ്ടാണ്, ചെറിയൊരു പോണ്ടാണ്. അപ്പോൾ അതൊക്കെ പായലൊക്കെ പിടിച്ച്, പായലല്ല, നമ്മളെന്തോ ഒരു മീനിന് വേണ്ടിയിട്ട് ഗപ്പി ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണേ. പക്ഷേ എന്ത് ചെയ്യാനാ, കൊക്കില്ലേ ഇതാ ഇവർ വന്നിട്ട് ആ മീനിനെയും ഒക്കെ ഗപ്പിയെ ഇങ്ങനെ കൊത്തി കഴിച്ച് പോകും. പക്ഷേ എന്താ ചെയ്യുക, അപ്പം നമ്മൾ വിചാരിക്കും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, ബ്രീഡിങ് ചെയ്തിട്ട് ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഒന്നുമില്ല, അപ്പം പിന്നെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ അപ്പുക്കുട്ടൻ, അപ്പൂസ്. അവനും ഇതാ ചായ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ വാരി കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് കഴിച്ചോളൂ, അല്ലെങ്കിൽ എവിടെ കഴിക്കാൻ. അങ്ങനെ കുറേ ടൈം അവിടെ ഇരിക്കും. പിന്നെ ഞാൻ അച്ഛനെ കുളിപ്പിക്കാനൊക്കെ പോയി. അച്ഛനെ കുളിപ്പിച്ചൊക്കെ വന്നു. എന്താ ഞാൻ വീഡിയോ എടുക്കുന്നതിനിട്ട് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അമ്മയുണ്ട് തൊട്ടടുത്ത് കിടക്കുന്നു. അപ്പം അച്ഛനെ ക്ഷീണമാണ്. ഇനിയിപ്പം പിടിച്ച് സിറ്റൗട്ടിലേക്ക് കൊണ്ടാക്കണം, മറ്റേ റൂമിലേക്ക് കിടത്താനും കൊണ്ടുപോകണം. അപ്പം പിന്നെ ഇത് അവർക്കുള്ള കഞ്ഞിയാണ് കേട്ടോ. അവർക്ക് 2 പേർക്കും ഉച്ചയ്ക്ക് കഞ്ഞിയാണ് അധികം. അച്ഛന് ഫുൾ ടൈം എന്നല്ല, അച്ഛന് ഉച്ചയ്ക്ക് കുറച്ചായിട്ട് ഇത്തിരിയാണ് കേട്ടോ കഞ്ഞി കൊടുക്കുക. ഓരോ ഗ്ലാസ്സിൽ കുറച്ചായിട്ട് കൊടുത്താൽ ആണ് അച്ഛൻ കുടിക്കുകയുള്ളൂ, ഒറ്റയടിക്കൊന്നും കുടിക്കില്ല. പിന്നെ ഇത് നമുക്ക് നല്ല ചോറാട്ടോ, നല്ല വേവുള്ള അരിയില്ലേ. അപ്പോൾ ഞാനിനിയിപ്പോൾ അത് വെക്കാൻ നോക്കുകയാണേ. കുക്കറിലെ വെച്ചാലേ ശരിയാവുള്ളൂ, അടുപ്പത്ത് വെച്ച് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇന്നിവിടെ ഈ മീനാണ് കേട്ടോ കിട്ടിയത്. ഈ മീൻ എന്താ നിങ്ങളവിടെയൊക്കെ പറയുക? ഞങ്ങളിവിടെ പുതിയാപ്പിളക്കോര പറയും, ചുവന്ന കോര പറയും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇത് ഒരുപാട് വൃത്തിയാക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിതാ മുറ്റത്തു നിന്നാണ് അധികം വൃത്തിയാക്കൽ. ഈ ശ്വാസം പിടിക്കാണ്ട് വൃത്തിയാക്കാമല്ലോ. അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് ചിലപ്പോൾ ഇത്രയും നേരം ഇല്ലെങ്കിലൊക്കെയാണ് അടുക്കളയിൽ നിന്ന് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് അതൊക്കെ വൃത്തിയാക്കിയെടുത്തു. പിന്നെ ഇതാ കറിയൊക്കെ ആവുന്നുണ്ട്. ഗ്യാസിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മീൻ മുറിക്കാൻ വേണ്ടി പോയത്. പിന്നെ ഉപ്പേരിക്കുള്ള വാഴക്കൊക്കെയാണ്. അപ്പം ഏട്ടനൊന്ന് ഓഫീസിൽ പോകണ്ട, ഇത് നീർദോശ മോനൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മോനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു നീർദോശ പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്ക് ഏട്ടനെ പോകാൻ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി. ഇതെന്താണെന്നറിയോ, ഇതെൻ്റെ ഷൂ ആണ്. ഇന്ന് ഞങ്ങളെ ഡാൻസ് മാഷിൻ്റെ പ്രജിൻ സാറിൻ്റെ ബർത്ത്ഡേ ഡേ ആണ് കേട്ടോ. അപ്പോൾ അന്നേക്ക് സെറ്റപ്പായി പോകാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തു വെച്ചാട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ട്. അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ. എന്താ പറയുക, സാറിൻ്റെ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം എന്ന് പറയില്ല. സാറ് ഇമോഷണലായി. സാറ് സ്റ്റോറീസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാറിൻ്റെ സ്റ്റോറീസൊക്കെ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ ഉണ്ട്, സാർ ഒഫീഷ്യൽ പേജിലൊക്കെ ഉണ്ട്.
എന്ത് പറയാനാ, വളരെ 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 നല്ലൊരു മനുഷ്യനാട്ടോ. പിന്നെ എല്ലാവരും നെഗറ്റീവ് പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. സാറ് ആൾ വളരെ കൂളാണ്, നല്ല പോസിറ്റീവാണ്. നമുക്ക് അത്രയും നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരിക. ഒരു മാഷുമാരും പറഞ്ഞു തരാത്ത ഈ നല്ല നമുക്ക് മോട്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾ ഫാമിലിയായിട്ട് ജീവിക്കുന്നവരല്ലേ, അപ്പോൾ അത്രയും നല്ല നല്ല കാര്യങ്ങളാക്കി കേട്ടോ നമ്മളെ സാറ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് അവിടെ വന്ന് സാറെ പരിചയപ്പെട്ടാലേ അത് മനസ്സിലാവുള്ളൂ. പിന്നെ അപ്പോഴേക്ക് സാറ് ഡ്രസ്സൊക്കെ മാറ്റി, സാറ് കേക്കും കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞു. ഒരുപാട് ടൈം എടുത്തു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഈ നമ്മളെ ഇവർക്ക് റെസ്റ്റോറൻറ്റ് വേറെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് തോന്നുന്നത്. അടിപൊളിയായിരുന്നു പ്രോഗ്രാമൊക്കെ. ഇത് നമ്മളെ നിള ബേബി. പിന്നെ ഇടയിൽ എൻ്റെ ഒരു ഡാൻസ് ക്ലാസ്സിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ വെക്കുന്നുണ്ട്. ഇപ്പം ഇതിൽ ഞാനില്ല, ഞാൻ കുറച്ച് സമയം ലേറ്റായപ്പോൾ ഞാൻ വേഗം വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ബസ്സിൻ്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങളെ ഈ ഏരിയയിലേക്ക്. അപ്പോൾ സാറോട് ചോദിച്ചിട്ട് ഞാൻ വേഗം കൂടെ പോകുന്നു കേട്ടോ. ഇത് ഡാൻസ് ക്ലാസ്സാണ്, പ്രോഗ്രാമിൻ്റെ ഡേ അല്ല കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ക്ലാസ്. ഫ്ലോറൊക്കെ അടിപൊളിയാണ്. പറ്റുന്നവരൊക്കെ ആയോ കേട്ടോ അവിടെ ചേരാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും എന്താ പറയുക, എല്ലാവരും ഒന്ന് പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ ഇടണേ. ഞാനിപ്പോൾ 4-5 വീഡിയോ ആയി ഇടുന്നു. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ട്. കുറേ ചില ലോങ് വീഡിയോസിനൊക്കെ അധികം വ്യൂസ് കുറവാണ്, എന്നാലും വേണ്ടിയില്ല. കാണുന്നവരൊന്ന് ദയവ് ചെയ്തിട്ടൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.